ഹായ് ഫ്രണ്ട്സ്, ഒരു ടീച്ചറുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും അവരാദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിരിക്കും. അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമ്മളുടെ നെയിം, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഇനി ഏതെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു പേഴ്സണൽ ടച്ചോടുകൂടെ എൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ ഹോബീസോ അല്ലെങ്കിൽ നമ്മളുടെ കൺസെപ്റ്റ് അബൌട്ട് ടീച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, Hi, my name is Ashwati and I had a master's degree in computer science and I have 3 years of experience in higher secondary level. I'm very passionate about teaching and I'm assured that I can make supportive learning environment for my students. ഇങ്ങനെയുള്ള രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ ശ്രദ്ധിക്കാം. ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ടീച്ചിങ് എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് ബെറ്റർ ആയിരിക്കും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഡെമോ ക്ലാസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡെമോ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്ക്, നമ്മൾ ഏതൊരു സബ്ജക്റ്റിലാണോ കൂടുതൽ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്കിലാണോ നമ്മൾ കൂടുതൽ കോൺഫിഡൻറ്റ് ആ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ഡെമോ ക്ലാസ് ഒരു 5 to 10 മിനിറ്റ്സ് മാക്സിമം വരുന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇനി നിങ്ങളുടെ ഇൻ്റർവ്യൂ ഓഫ്ലൈൻ ആണോ അതോ ഓൺലൈൻ ആണോ എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അതിനൊരു ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മളുടെ ഇൻ്റർവ്യൂ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തിട്ട് ഡെമോ ക്ലാസ് എടുത്താൽ അത് കുറച്ചുകൂടെ ഇംപ്രസീവ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെമോ ക്ലാസ്സിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു ഇൻട്രൊഡക്ഷനും അതിനൊരു എക്സ്പ്ലനേഷനും കൺക്ലൂഷനും വരുന്ന രീതിയിൽ വേണം ഡെമോ ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിററിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടോ എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ് എന്നുള്ളത് സ്വയം വിലയിരുത്താനും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രദ്ധിച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഡെമോ ക്ലാസ് തന്നെ ഇൻ്റർവ്യൂയുടെ സമയത്ത് എടുക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിലബസ് എന്താണെന്ന് നോക്കി വെക്കുക. അതായത് നമ്മൾ ഏത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അവിടുത്തെ സിലബസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് ആ സിലബസ് വൈസ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോയാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് വേറെ സബ്ജക്ട്സുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിലെ ഏരിയാസ് കവർ ചെയ്ത് പോകുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ എടുത്ത സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇനി നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്ത ഇൻറ്റേൺഷിപ്സോ അല്ലെങ്കിൽ പ്രോജക്ട്സോ ട്രെയിനിങ് പീരീഡിലെ എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും കൂടെ മെൻഷൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോർമലി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണലി ആൻഡ് നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിൽ നമ്മൾ പറയുന്ന ആൻസേഴ്സ് അത് എന്തായാലും കോൺഫിഡൻറ്റോട് കൂടെ പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ടീച്ചറുടെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ കൊടുക്കുന്ന ആൻസർ അത് സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഡെമോ ക്ലാസ് ആൻഡ് തേർഡ് വൺ സിലബസ്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇൻ്റർവ്യൂവിന് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.